ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ വർക്കിന് കയറിയുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ് ഒന്ന് ചെയിൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ചെയിനിൻ്റെ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ കഴിഞ്ഞ സർവീസിന് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ. അതിൻ്റെ കോൺസെപ്റ്റ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് നമ്മൾ അഴിച്ച് റിപ്പയർ തന്നെ വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് പോയി. ബ്രേക്ക് പാഡ് ഇങ്ങനെ ഫുള്ള് തീർന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്ക് പ്ലേറ്റുമ്പേം കയറി ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഈ പാഡ് സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്. പാഡ് സെറ്റ് നമുക്ക് നോർമൽ അങ്ങനെ മാറ്റേണ്ടി വന്നായിട്ടാണ്. ഇത് ശരിക്കും അങ്ങനെ സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരാറില്ല. പക്ഷേ ഇത് നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നേക്കാണ്. ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കിയത്തെ പാഡൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തെന്ന് വയ്ക്കുക. ഇതിങ്ങനെ സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പാഡ് അത് പെട്ടെന്ന് കംപ്ലൈൻറ്റിലേക്ക് വരും. കാരണം ഇത് അത്രയ്ക്ക് റഫായിട്ടുള്ള രീതിയിലേക്ക് സ്ക്രാച്ച് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് പാഡും ഈ ഡിസ്ക് പ്ലേറ്റും കൂടി മാറ്റി വയ്ക്കുക. അപ്പോഴാണ് പിന്നെ അത് കറക്റ്റ് ആവുള്ളത്. അത് നമ്മൾ ആ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞ് നമ്മളത് പെൻഡിങ് നിർത്തിയതാണ് ഈ പ്രോബ്ലം. ഓൾറെഡി കയറി പിടിച്ചു അതാണ്. പിന്നെ നമ്മളതിൻ്റെ കാലിപ്പർ അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് പിസ്റ്റൺ സീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഈ MC മാസ്റ്റർ കിറ്റാണത്, മാസ്റ്റർ യൂണിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ വന്നത് ഈ റിപ്പയർ കിറ്റ് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യണം. അത് എന്താ പ്രോബ്ലം വെച്ചാൽ അത് ഇടയ്ക്ക് ജാം ആവുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് കല്ലച്ച രീതിയിൽ ബ്രേക്ക് കാണിക്കും, ക്ലിയറായിട്ട് വർക്ക് ആവുന്നില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ കേട്ടോ. കംപ്ലയിൻറ്റ് മാറ്റേണ്ടി വന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഞാൻ അതും കൂടി മാറ്റി ഈ ബ്രേക്ക് പാഡ് മാറ്റിയൊക്കെ റീസെറ്റ് ചെയ്യുമ്പോൾ എത്ര വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം. ഈ പാഡിൻ്റെ കേസ് ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഏകദേശം ഒരു 1300 1400 അടുത്ത് വന്നിട്ടുണ്ട്. 1500 താഴെ വരും എന്തായാലും ഈ പാഡ്, ഈ പ്ലേറ്റ് മാത്രം. ബാക്കിയത്തെ നമുക്ക് പാഡിൻ്റെ വരും, അതിൻ്റെ റിപ്പയറിങ് ചാർജ് വരും, അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്, ഈ മാസ്റ്ററിൻ്റെ ഇതെല്ലാം കൂടി വരും, അത്യാവശ്യം അങ്ങോട്ട് വരും. അപ്പോൾ ഈ ഡിസ്ക് പ്ലേറ്റ് ഞാൻ ആ തൽക്കാലം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ ബ്രേക്കിൻ്റെ കേസ് റെഡിയാക്കാം. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് പിന്നീടായാലും പുറമേ നിന്ന് അഴിച്ച് മാറ്റാവുന്നതാണ്. പക്ഷേ അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പാഡ് പോകും ശരിക്കും. ഇപ്പോൾ നമ്മൾ പുതിയ പാഡാണ് ഇടാൻ പോണേ. ഇത് കംപ്ലയിൻറ്റ് വന്ന പോലെ തന്നെ പെട്ടെന്ന് അത് കംപ്ലയിൻറ്റിലേക്ക് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം. ചെയിനും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഗ്രീസ് ചെയ്താണ് ഉപയോഗിച്ചാണ്. ഇപ്പോഴും നമ്മൾ ടൈറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ 100% അതിൻ്റെ ആ സൗണ്ട് മാറണമെന്നില്ല. പെട്ടെന്ന് അത് ലൂസാവും. ഒന്നാമത് മഴയാണ്, അപ്പോൾ ലൂസാവും ശരിക്കും. അപ്പോൾ പിന്നീട് നമുക്കത് മാക്സിമം ഉപയോഗിക്കാതിന് ശേഷം ചെയിൻ സ്പോക്കറ്റ് മാറ്റി കളയാം. മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ സസ്പെൻഷൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ചെയ്താൽ മതി. ആ കൂട്ടത്തിൽ കൂടെ ആ വണ്ടി നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്ത് എടുക്കുമ്പോൾ ഒരു ജർക്കിങ് കാണിക്കണം അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റഡൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേരെ.